ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവരുടെ ഉദ്ദേശം എന്താണ്, അവരെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച്, ഇപ്പോൾ ഏതവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്, ഇതിലൊരു തീരുമാനം എന്താകും എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനും, നിങ്ങൾ വേണം, അവരുടെ കൂടെ നിങ്ങൾ വേണം എന്നോ അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. അതായത് 9 ഓഫ് വാൻസാണ്. അവർ എന്ത് കാര്യത്തിനും കുറച്ച് എടുത്തു ചാട്ടമൊക്കെയുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്ന, ആ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ മാത്രമാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പ്രശ്നത്തിനൊക്കെ അതിജീവിച്ച് അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരണം. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു നില, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ അവർ ഇമോഷൻസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് അവർ. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം അവരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഒരുപാട് എന്താ പറയുക, നിങ്ങളെ അവർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നൊരു സമയമായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളതൊക്കെ ഈ വ്യക്തിക്ക് അറിയണം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ നീക്കം, നിങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് ഈ വ്യക്തിക്ക് അപ്പോൾ അറിയണം എന്നുള്ള ആകാംക്ഷയിൽ നിങ്ങളുടെ വ്യക്തി ഉണ്ട് ഈ ഒരു സമയത്ത്. പക്ഷേ ഈ വ്യക്തിക്ക് പ്രപ്പോസലൊക്കെ വരുന്നൊരു സമയം, അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസൊക്കെ ഉള്ള വ്യക്തി ആയിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമല്ല ശ്രദ്ധ, അവരുടെ മനസ്സ് അതിലൊന്നും അല്ലാതെ അവർ നിങ്ങളിലേക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊരു ജെന്യൂനായിട്ടുള്ള വ്യക്തി ആണെന്നും, നിങ്ങൾ എന്തുമാത്രം ത്യാഗം ഈ വ്യക്തിക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തുമാത്രം ത്യാഗം സഹിക്കുക, അതിലെങ്ങനെയാണ് നിങ്ങൾ നിന്നിട്ടുള്ളത് ഒക്കെ ഈ വ്യക്തിക്ക് അറിയാം. ആ ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് കൊണ്ടും അവർ നിങ്ങളുടെ കൂടെ തന്നെയാണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സെപ്പം നിങ്ങളുടെ കൂടെയാണ്. ആ ജസ്റ്റിസ് നിങ്ങളാണ് അതാണ്. ആ ഒരു അർഹത ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് നീതി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഒരു നീതി കിട്ടണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ വ്യക്തിയുടെ ഏറ്റവും നല്ല ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട്. പക്ഷെ മുൻപ് അങ്ങനെ അല്ലായിരിക്കാം.
മുൻപ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം. മുൻപ് നിങ്ങൾ പറയുന്ന വാക്കിനൊന്നും വില തരാത്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് യാതൊരു പരിഗണനയും തരാത്തൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വാക്ക് തർക്കങ്ങൾ, ട്രസ്റ്റ് ഇഷ്യൂസ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉള്ള ഒരു കണക്ഷനായിരിക്കാം ഇത്. നിങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ അവരൊരുപാട് ചേഞ്ച് ആയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഉറച്ച ഒരു വിശ്വാസമുണ്ട്, ഉറച്ച ഒരു നിലപാട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആഗ്രഹമാണ് നിങ്ങളെ സ്വന്തമാക്കണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതിൽ, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തോ ഒരു അവരുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാത്തത് അവർക്കതൊരു കാരണം നിങ്ങളെ അത്രത്തോളം സ്വപ്നം കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളിലൂടെയൊക്കെ പോയവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, സ്വപ്നങ്ങൾ കണ്ട ആൾക്കാരായിരിക്കാം നിങ്ങൾ പരസ്പരം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് ഓർത്ത് ഈ വ്യക്തിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഈ വ്യക്തി ഒരു ആക്ഷൻ നിങ്ങളുടെ കാര്യത്തിൽ വേണം. എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം വന്നതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ളവർ എന്ന് വെച്ചാൽ ഈ വ്യക്തി ഇപ്പോൾ സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. സ്വന്തം ഒരു ഡിസിഷൻ എടുത്ത് ഇനി കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന ആൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ആൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും. നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ഓർക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കിടയിൽ ഫിനാൻസിൻ്റെ എല്ലാം പ്രോബ്ലം ഉണ്ട്. ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫിനാൻസ് കരിയറിലൊക്കെ കുറച്ചൊക്കെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കരിയറിലും. അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടബാധ്യതകൾ, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ എല്ലാം കുറച്ച് ടൈറ്റ് ആയിരിക്കാം ഈ ഒരു സമയത്ത്, ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ പിന്നെ ജോലിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് അതായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര പാഷനാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം പാഷൻ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്കുണ്ട്. ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പഴയ പിക്ചേഴ്സ് എല്ലാം ഇപ്പോൾ പിക്ചറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അത് ഓർക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര മിസ്സിങ് ഫീൽ വരുന്നുണ്ട്. ആൾക്ക് എന്തോ ഒരു പഴയതൊക്കെ ഓർക്കുന്ന സമയത്ത് പഴയ ഓർമ്മകൾ ആൾക്ക് കടന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആൾക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിനു വേണ്ടി ആളിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ആൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുമൊത്തുള്ള ആളോട് ഇപ്പോൾ സംസാരിക്കണം, അതിനുവേണ്ടി ആൾ കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് കേട്ടോ. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന ആളെ അത് വല്ലാതെ വീക്കാക്കുന്നുണ്ട്. ആളെ വല്ലാതെ എന്താ പറയുക, ബോറടിപ്പിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ആൾക്ക് ഒട്ടും വയ്യ, ഒട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആൾ നല്ലൊരു ലൈഫിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് വേണമെന്ന്, നിങ്ങളൊത്തുള്ള ഒരു നല്ലൊരു നിമിഷം, അതായത് ഒരു ബട്ടർഫ്ലൈനെ പോലെ നിങ്ങളുടെ ജീവിതം മാറി മറയണമെന്ന് ആൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമൊത്തൊരു ഡേറ്റിങ്ങിന് പോകണമെന്നൊക്കെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ ഒരു സമയം കാണുന്നുണ്ട്. ഇതൊക്കെയാണ് അവർക്ക് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളുമൊത്ത് നല്ലൊരു ജീവിതം നയിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഫിനാൻസിൻ്റെയും കരിയറൊക്കെയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. അതിൻ്റെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്താ പറയുക, കുറേ പ്രപ്പോസലൊക്കെ വരുന്ന ഒരു സമയമാണ്. അവരുടെ ഫാമിലി, ചില സാഹചര്യത്തിൽ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി. പ്രപ്പോസലൊക്കെ വരുന്നതുകൊണ്ടും
അവർക്ക് എന്ത് സ്വീകരിക്കണമെന്ന് അറിയാത്തൊരു നിമിഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇനി അങ്ങോട്ട് നെക്സ്റ്റ്? ചില സാഹചര്യത്തിൽ അതിൻ്റെ ഒരു വഴക്കൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അവരുടെ മനസ്സിൽ അതിലൊന്നുമല്ല. അതിൽ നിന്നൊക്കെ ആൾ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എന്ത് പ്രപ്പോസലും അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവുക, ഇതിൽ ജനറലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ മനസ്സൊക്കെ നിങ്ങളുടെ തന്നെയാണ്, നിങ്ങളെ തന്നെയാണ് ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹം. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളുമൊത്തുള്ളൊരു ലൈഫ് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം, സ്റ്റുഡൻറ്റ്, വൈറ്റ് കളർ, യെല്ലോ കളർ, ലെറ്റർ എച്ച്, ലെറ്റർ ജെ, ഓഗസ്റ്റ് ജൂൺ മാസം, ബ്ലാക്ക് കളർ, തിരുവാതിര, ലെറ്റർ ജി, സെപ്റ്റംബർ മാസം, ഉത്രം നക്ഷത്രം, വൈറ്റ് കളർ, ഫെബ്രുവരി, മെഡിക്കൽ ഫീൽഡ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം. മാർച്ച് മാസം, അത്തം നക്ഷത്രം, റിയൂണിയൻ, നിങ്ങളുമൊത്തൊരു റിയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് റിയൂണിയൻ കാണുന്നുണ്ട് കേട്ടോ. ലെറ്റർ എൽ, ചിത്തിര, ജനുവരി, ലെറ്റർ എഫ്, രോഹിണി, സോഷ്യൽ വർക്കർ ആയിരിക്കാം, ഗൾഫ് രാജ്യം, അശ്വതി, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, ബ്യൂട്ടീഷ്യൻ, ബ്ലൂ കളർ, ലെറ്റർ പി ആണ്, പുണർത്തം നക്ഷത്രം, ലെറ്റർ ബി ആണ്, പൂയം നക്ഷത്രം, എബ്രോഡ്, ഉത്രട്ടാതി, അനിഴം, പൂരുരുട്ടാതി, പൂരം, ലെറ്റർ എ ആണ്, ലെറ്റർ എസ് ആണ്, ലെറ്റർ യു ആണ്, തിരുവാതിര 1 എന്ന് കിട്ടിയിട്ടുണ്ട്. 21, 31, 44, 14, 41, 47, 50, 45 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിന്തകൾ നല്ലതായിരുന്നാൽ മാത്രം, അതായത് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിച്ച് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വ്യക്തി വരണമെന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ലൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും. പക്ഷെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വെക്കുക. നെഗറ്റീവ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ യൂണിവേഴ്സിനും വിട്ടുകൊടുത്ത് മുന്നോട്ട് പോവാം. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.